Hi friends, in the number of hub motor, controller. That is motor controller, brushless motor controller. Controller, I just volt watts in there. About 48 volt controller. Now, this is a normal EV scooter. This is a 40 km or 60 km scooter controller. Now, we have a basic level. We have a video uploaded. That is hub motor assembly. Now, hub motor assembly video channel video. Just we have hub motor. Hub motor wire connection. This motor controller. Now, this motor controller connection video hub motor അപ്പോൾ അതെങ്ങനെ അഴിക്കാന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് കണക്ഷൻ വരാന്നുള്ളത് നോക്കാം നമ്മൾ സ്കൂട്ടറിൽ ഇതുപോലെ നട്ട് ബോൾട്ടിൽ ടൈറ്റ് ചെയ്ത് പിടിപ്പിച്ചേക്കിരിക്കുള്ളൂ ഈ ഒരു കൺട്രോളർ ഈ ഒരു കൺട്രോളറിൽ വരുന്ന കണക്ഷൻസ് എന്തൊക്കെയാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു സൈഡിൽ കോമൺ ആയിട്ട് എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും കാരണം ഇതിൽ ഒരു സൈഡിൽ പ്ലസ് മൈനസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിക്കറിൽ റെഡ് ബ്ലാക്ക് അതായത് പോസിറ്റീവ് നെഗറ്റീവ് കണക്ഷൻ എന്താണെന്ന് മനസ്സിലായി അപ്പോൾ ഈ ഒരു കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് വരുന്ന ലൈൻ ഡയറക്റ്റ് കൺട്രോളറിലോട്ട് വരുന്നു ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക ശേഷം നമുക്ക് ഈ ഇപ്പുറത്തെ സൈഡിൽ ഒരു കവർ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് കവർ ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഈ ഒരു കവർ ക്ലോസ് ചെയ്ത് വെക്കുന്നതാണ് കണക്ഷൻ അപ്പോൾ ഇതാണ് നമ്മളെ മോട്ടറിൻ്റെ ഫേസ് കണക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു കളർ കോഡിംഗ് ഉണ്ട് ഗ്രീൻ യെല്ലോ ബ്ലൂ നമുക്ക് വയർ ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ഈ പറഞ്ഞ കളർ ഉണ്ടോ എന്ന് നോക്കാം ഗ്രീൻ യെല്ലോ ബ്ലൂ ഓക്കെ അപ്പോൾ ഈ ഒരു കണക്ഷനിലാണ് നമ്മളിത് കണക്ട് ചെയ്യേണ്ടത് പോരാതെ ഇതിനൊരു എക്സ്ട്രാ വയർ വന്നിട്ടുണ്ടല്ലേ അതൊരു നമുക്കൊന്ന് നോക്കാം ഒരു 3-4 പിന്ന് കാണുന്നുണ്ട് ഒരു 4-5 വയർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കണക്ടർ നമുക്കിവിടെ കാണാൻ പറ്റും ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കോയിൽ അതായത് മോട്ടറിൻ്റെ അസംബിൾ ചെയ്ത വീഡിയോ നിങ്ങളൊന്ന് ജസ്റ്റ് എടുത്ത് നോക്കുക ആ വീഡിയോയിൽ ഈ ഒരു കണക്ഷൻ എങ്ങോട്ടാണ് വരുന്നൊരു ബോർഡും അതിലൊരു പൊസിഷൻ സെൻസറും അതിലൊരു സർക്യൂട്ട് ബോർഡ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു സെൻസറായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കണക്ഷൻ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ ഇത് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം നമുക്ക് ഈ ഒരു കണക്ഷൻ നമുക്ക് ഓർഡറിൽ ഇവിടെ സെറ്റ് ചെയ്യണം അതായത് ഈ സ്റ്റിക്കറിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് ഗ്രീൻ സെക്കൻഡ് യെല്ലോ തേർഡ് ബ്ലൂ ഈ ഒരു രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യണം അത് എങ്ങനെ കണക്ട് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രൂ നമുക്ക് അഴിക്കാൻ പറ്റും സ്ക്രൂ അഴിച്ചതിന് ശേഷം ടൈറ്റ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ടൈറ്റ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഒരു സ്ക്രൂ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ലൂസ് ചെയ്തെടുക്കാം അതിനുശേഷം ഫസ്റ്റ് വൺ ഗ്രീൻ അതിലോട്ട് വെച്ച് കൃത്യമായിട്ട് ടൈറ്റ് ചെയ്യുക ഓക്കെ അതിനുശേഷം നമ്മൾ കളർ കോഡ് ശ്രദ്ധിക്കുക യെല്ലോ അപ്പോൾ യെല്ലോ സെക്ഷൻ ഊരിയെടുക്കുക അതുപോലെ തന്നെ നമുക്ക് ബ്ലൂ കണക്ട് ചെയ്യാം ഓക്കെ നമ്മൾ 3 കണക്ഷനും കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൺട്രോളർ ഇതുപോലെ ആയിരിക്കുള്ളൂ നമ്മൾ ഹബ്ബ് മോട്ടറിൽ നിന്ന് കണക്ഷൻ വന്നിരിക്കുന്നത് ഇനി നമുക്ക് വയർ കിറ്റിൽ നിന്ന്
ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മോട്ടറിൽ നിന്ന് വരുന്ന ഫേസിൻ്റെ കണക്ഷനും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അഴിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മറ്റുള്ള വയർ കണക്ഷനൊന്നും നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട. മെയിനായിട്ട് നമ്മളെ വാഹനത്തിൽ നമ്മൾ ഹബ്ബ് മോട്ടർ അഴിച്ചെടുക്കണം. അപ്പോൾ അഴിക്കാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മൈക്രോ കൺട്രോളറിലേക്ക് ഡയറക്റ്റ് ചെന്ന് ഈ ഒരു സ്ക്രൂ ലൂസാക്കുകയല്ല ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തോ അല്ലെങ്കിൽ അതിൻ്റെ സ്വിച്ചിങ് കണക്ഷൻ ഓഫ് ചെയ്തോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്താൻ വേണ്ടത്. ഫസ്റ്റ് വൺ നമ്മളെ വണ്ടിയിൽ എപ്പോഴും ഒരു കട്ട് ഓഫ് സ്വിച്ച് ഉണ്ടാവും. എല്ലാ EV വെഹിക്കിളിലും ഒരു കട്ട് ഓഫ് മെയിൻ സ്വിച്ച് എന്തായാലും ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഒരു മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ബാറ്ററിയിൽ ഇതുപോലെ, അതായത് നമ്മൾ വയറിംഗ് കിറ്റിൽ നിന്ന് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യുന്ന ഇതുപോലൊരു കണക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു അഡാപ്റ്റർ. അപ്പോൾ ഈ ഒരു അഡാപ്റ്റർ ബാറ്ററിയുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾ വിച്ഛേദിക്കുക, അതായത് ഡിസ്കണക്ട് ചെയ്യുക. ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മളുടെ കണക്ഷൻ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. കാരണം വെച്ചാൽ ഏതെങ്കിലും കാരണവശാലും നമ്മളിത് അഴിക്കുന്ന സമയത്ത് ലൂസാകുമ്പോഴും തമ്മിൽ സ്ക്രൂ ഡ്രൈവർ ആയാലും ടച്ച് ചെയ്ത് ഷോർട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഷോർട്ടായി കഴിഞ്ഞാൽ കത്തിപ്പിടിക്കാനും ഹൈ വോൾട്ട് കൺവേർട്ട് ആവുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ കൺട്രോളർ കംപ്ലൈൻ്റ് ആവും, വയർ ഷോർട്ടായിട്ട് ബേൺ ആവാനും ഒരുപാട് ചാൻസസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം നമ്മൾ കണക്ഷൻ ഓഫ് ചെയ്യുക. ബാറ്ററിയിൽ നിന്നുള്ള ബന്ധം പൂർണ്ണമായും ഒഴിവാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു മേഖല അല്ലെങ്കിൽ ഈ ഒരു ഏരിയ നമ്മൾ കൺട്രോൾ ചെയ്യുക. ഈ ഒരു മേഖല നമ്മൾ അഴിച്ചെടുക്കാൻ പാടുള്ളൂ. ശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു 3 കണക്ഷൻ ഊരിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഹബ്ബ് മോട്ടറിൻ്റെ വീൽ ബോൾട്ടൊക്കെ അഴിച്ചതിന് ശേഷം നമ്മൾ റിമൂവ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൺട്രോളറിൽ നിന്ന് നമ്മൾ കണക്ഷൻ വിടിയിക്കുന്നു, ഹബ്ബ് മോട്ടർ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഹബ്ബ് മോട്ടർ റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹബ്ബ് മോട്ടറിൻ്റെ അസംബിൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ചാനലുണ്ട്. അപ്പോൾ ഞാനതൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഒക്കെ ഒന്ന് കാണാം. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ ഫ്രണ്ട്സ്.